വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേദനിപ്പിക്കുന്നത് ഈശ്വരനെയാണ്. സ്നേഹം എന്ന് പറയുന്നതിനെക്കുറിച്ച് അമ്മ പറയുന്നത് പ്രതീക്ഷകളില്ലാത്ത സ്നേഹം. അതിനാണ് ഈശ്വരൻ നമ്മുടെ സംസ്കൃത ഭാഷയിൽ അതിന് പ്രേമമെന്നാണ് പറയുക. ലവ് വിതൗട്ട് എനി എക്സ്പെക്റ്റേഷൻ, ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സ്നേഹം. സ്നേഹം കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവരോട് അമ്മ പറയാറുള്ള ഇതാണ്: സ്നേഹം പ്രതീക്ഷിച്ചു നടന്നാൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. സ്നേഹം പ്രതീക്ഷിക്കാതെ സ്നേഹം കൊടുക്കുന്നവരാവുക. ലോകം മുഴുവനും നിങ്ങളെ സ്നേഹിക്കും. സന്തോഷം നിങ്ങളെ തേടി ജീവിതം മുഴുവനും വരും. അതിനുള്ള മാർഗമാണ് എല്ലാറ്റിലും ഈശ്വരനെ കാണുവാനുള്ള ശ്രമം. അതിനാണ് നമ്മൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാധാരണ സംഗീതത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിലെ ദിവ്യ പ്രേമത്തെ ഉണർത്തുന്ന രീതിയിൽ നമ്മൾ അതിലേക്ക് ലയിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം അമ്മയെക്കുറിച്ചുള്ള ഒരു പാട്ടാണ്, ഭജനയാണ്. എല്ലാവരുടെ ഉള്ളിൽ അമ്മമാരാണുള്ളത്. ആണുങ്ങളുടെ ഉള്ളിലും അമ്മമാരുടെ വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ട്. എല്ലാവരും ശിവശക്തികളാണ്. പക്ഷേ ശക്തി സ്വരൂപിണികൾക്കത് മാതൃഭാവം പെട്ടെന്ന് ഉണർത്താൻ പറ്റും. മാതൃഭാവം ഉണർന്നാൽ എന്ത് അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മാതാ അമൃതാനന്ദമയി ദേവി ലോകത്തിന് കാണിച്ചു തരുന്നു. ഞാൻ അവിടെ ഇരുന്ന് പാടാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവരുടെ മുന്നിൽ പാടാനൊരു ധൈര്യമില്ല. ഇവരെ എത്രയും പേര് പാടിയിട്ട് ഒരാൾ പാടുന്ന പോലെ ഇരിക്കുന്നു. പിന്നെ പല ആർട്ടിസ്റ്റിനെ എനിക്ക് അടുത്തറിയാവുന്നവരാണ്, പ്രഗത്ഭന്മാരാണ്. പിന്നെ ഫ്ലൂട്ടിസ്റ്റിന് വളരെ ഇഷ്ടപ്പെട്ടു, വയലിനിസ്റ്റ്, ഹാർമോണിസ്റ്റ്, ബുൾബുൾ. അപ്പോൾ ഞാൻ പതുക്കെ പാടുകയുണ്ട്, ഇവർ ഒച്ചത്തിൽ പാടിക്കണം കേട്ടോ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളുടെയും സ്പന്ദനം ഉള്ളിൽ അറിഞ്ഞുകൊണ്ട് യോഗനിദ്രയിൽ കിടക്കുന്ന വിഷ്ണു ഭഗവാന്റെ അവസ്ഥയിൽ ഒരാൾ ഉയരുമ്പോൾ ഉള്ളിൽ അറിയാൻ സാധിക്കുന്ന സത്യമാണ് പ്രപഞ്ചം മുഴുവനും നമ്മുടെ ഉള്ളിലാണെന്ന്. നമ്മൾ ആരെ സ്നേഹിച്ചാലും സ്നേഹിക്കുന്നത് ഈശ്വരനെയാണ്. ആരെ വേദനിപ്പിച്ചാലും വേദനിപ്പിക്കുന്നത് ഈശ്വരനെയാണ്.